ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 1.5 കിലോ കേക്ക് വെയിറ്റ് വരുന്ന ഒരു വാനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ 1.5 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണും ആ 1/4 ടീസ്പൂണിൻ്റെ പകുതിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഈ മിക്സിന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 6 മുട്ടയാണ്. ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 6 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 6 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇത് 1.5 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ 1 kgയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. 6 മുട്ട, ഈ 6 മുട്ടയ്ക്ക് 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, 1.5 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു 2 ഡ്രോപ്പ് മിൽക്ക് എസൻസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഇത്രയും കൂടെ ഇട്ട് ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഹാൻഡ് ബീറ്ററിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം മുട്ടയും ഉപ്പും വാനില എസൻസും കൂടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. നന്നായിട്ട് വൈറ്റ് കളറായി വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം. നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഞാൻ മിക്സിയിൽ ചെയ്യുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതൊന്ന് പോയി കണ്ടാൽ മതി. അതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചെറിയ സ്പീഡിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ഇട്ട് അതും നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയ സ്പീഡിലിട്ടേ ചെയ്യാവൂ. ഒത്തിരി ഇട്ട് കറക്കുവാണെങ്കിൽ അത് ലൂസായി പോകും ബാറ്റർ. ഇത്രയേ ഉള്ളൂ. ഞാൻ ബീറ്റർ ഓഫ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാകേണ്ടത്. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല. നിങ്ങൾക്ക് ബീറ്ററിലിട്ട് മാവിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്പാച്ചിലിട്ട് ജസ്റ്റ് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താലും മതി. മാവ് നന്നായിട്ട് ഈ ബാറ്ററിൽ മിക്സായി കിട്ടണം. അത്രേ ഉള്ളൂ. ഞാനൊരു 7 ഇഞ്ചിൻ്റെ 2 മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹൈറ്റുള്ളൊരു കേക്കാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തത്. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് 170 ഡിഗ്രിയിൽ. അതിലേക്കൊരു 40 മിനിറ്റ്സ് വെച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തണുക്കാൻ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മളുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മെൽറ്റായി കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടിയത്. ഇനി ഞാനിത് ഫ്രോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബ്ലേഡിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡ് മിക്സറിൽ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാൻഡ് മിക്സറിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് തിക്കായി പോകാൻ പാടില്ല നമ്മുടെ ക്രീം, എന്നാൽ ഒത്തിരി ലൂസായി പോകാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രീം മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കി അടച്ച് എയർ കയറാത്ത രീതിയിൽ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണേ. കാരണം ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമ്മളുടെ ക്രീം ഫുള്ള് എയർ ബബിൾസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഏറ്റവും മുട്ടനൊരു പണി കിട്ടിയ ഒരു കേക്കാണിത്. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, ക്രീം പുറത്ത് വെക്കരുത്, എയർ ബബിൾസ് കയറും, പിന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു സ്പാച്ചിലയിൽ എടുത്തിട്ട് കമത്തി നോക്കുമ്പം താഴെ വീഴാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ക്രീം ഉള്ളത്.
ഇനി ഞാൻ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബേസ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുന്നത്. നമ്മുടെ കേക്ക് തെന്നി പോവാതിരിക്കാനാണ് ബേസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ലെയർ എടുത്ത് വെക്കുന്നു. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുന്നു. ഷുഗർ സിറപ്പിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അതിനുശേഷം ക്രീം തേച്ച് നന്നായിട്ടൊന്ന് ക്രീം തേക്കുന്നു. ഇനി ഞാൻ ഫില്ലിങ്സ് ഒന്നും ഇതിനകത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് ഫില്ലിങ്സ് വേണമെങ്കിലും കൊടുക്കാം. എന്തെങ്കിലും ക്രഷ് ചേർക്കണമെങ്കിലോ ചെറിയോ നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാനോ ഒക്കെ ചെയ്യാവേ. അങ്ങനെ ഞാൻ 4 ലെയറും ക്രീം ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ക്രം കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേക്ക്. ക്രം കോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി ഫിനിഷ് ചെയ്യാൻ നേരത്ത് ഈ ക്രംസ് ഈ പൊടികളൊന്നും നമ്മളുടെ ഫൈനൽ ക്രീമിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് സെറ്റായിട്ടിരിക്കും, കേക്ക് സെറ്റായിട്ടിരിക്കും. പിന്നെ ഞാൻ അതിനകത്തൊരു ചെറിയൊരു ടൂത്ത് പിക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ലെയറൊന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. കുറച്ച് ക്രീം എടുത്തിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പർപ്പിളും ബർഗണ്ടിയും കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്രീം എനിക്ക് ഒരു പണി തന്നെന്ന്. ആ പണിയാണ് ഈ കാണുന്നത്. ഫുള്ളും എയർ ബബിൾസ് കയറിപ്പോയി. ഞാൻ ക്രീം കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിരുന്നു. അത് കാരണമാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇനിയും നിങ്ങൾ ഇതിപ്പം ക്രീം ഒത്തിരി എയർ ബബിൾസ് കയറുമോ അല്ലെങ്കിൽ തിക്കായി പോവുകയോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്രീമും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇനിയിപ്പോൾ ഞാൻ ഈ ക്രീം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കുറേ ഇട്ട് അതിനകത്ത് പണിത്, പക്ഷേ അത് ശരിയായില്ല, മൊത്തം കുളമായിപ്പോയി. ഇത് പിറ്റേന്ന് രാവിലെ കൊടുക്കേണ്ട കേക്കാണ്. ഞാൻ രാത്രിയിലാണ് കേക്ക് ബേക്ക് ക്രീം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് രാത്രിയിലൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേന്ന് ഞാൻ എടുത്താണ് ഈ കോലത്തിലാക്കിയത്. ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. ഇതൊരു ബാപ്റ്റിസം കേക്ക് ആയതുകൊണ്ട് ഫ്രണ്ടിലൊരു ക്രോസ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഷുഗർ ബോൾസ് വിട്ട് ഫിനിഷ് ചെയ്തെടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്